നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ട് എത്തിയത്. വൈകിയതിൽ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ശശിധരൻ മാഷും അബ്ദുള്ള മാഷൊക്കെ എനിക്ക് പരിചയമുള്ള ആളുകളാണ്. അതുപോലെ നമ്മുടെ മോഡറേറ്റർ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, എന്നോട് സംസാരിക്കാൻ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം പ്രാദേശിക ചരിത്രത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. ആ രീതിയിൽ ചില പോയിൻ്റുകൾ ചർച്ചക്കായി ആലോചിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളതും. പ്രാദേശിക ചരിത്ര രചനയുടെ രീതിശാസ്ത്രത്തെക്കുറിച്ചാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂറിനകത്ത് പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമല്ല. കഴിയുന്നത്ര അതിനെ ചില ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ സ്പർശിക്കാൻ ശ്രമിക്കാം എന്ന് മാത്രമേ ആ ഒരു മേഖലയെ സംബന്ധിച്ച് എനിക്കിപ്പോൾ പറയാൻ നിർവാഹമുള്ളൂ. കാരണം പ്രാദേശിക ചരിത്ര രചന എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ ഇന്ന് ലോകമെമ്പാടും, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ സജീവമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചരിത്രരചനയിലെ ഒരു പുതിയ രീതിശാസ്ത്രമാണ്, ഒരു പുതിയ പ്രവണതയാണ്. അപ്പോൾ അതിൻ്റെ രീതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ടതും നിരവധി തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നതും ഒക്കെ ആയ മണ്ഡലമായതുകൊണ്ടാണ് ഞാനത് ചെറിയ സമയത്തിനകത്ത് പറയാൻ കഴിയില്ല എന്ന് ആദ്യമേ സൂചിപ്പിച്ചത്. മാത്രമല്ല, അതിങ്ങനെ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി അടുത്ത്, ഇതൊരു വേദിയിലും സദസ്സിലുമായിട്ട് പറയുന്നതിനേക്കാൾ കുറച്ച് അടുപ്പത്തിൽ നമ്മളെല്ലാവരും കൂട്ടായി ആലോചിക്കാവുന്ന മട്ടിൽ സംസാരിക്കേണ്ടുന്ന ഒരു വിഷയവുമാണ്. അതുകൊണ്ട് അത് തൽക്കാലം നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് പ്രാദേശിക ചരിത്ര രചനയുടെ പ്രസക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില ആലോചനകളാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇതിപ്പോൾ ഞാനിത് പറയുമ്പോഴും ഇത് കഴിഞ്ഞാൽ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സംവാദമുണ്ടാകുമെന്നും ആ സംവാദത്തിലൂടെ അത് കൂടുതൽ തെളിച്ചമുള്ളതായി വികസിച്ചു വരുമെന്നും കൂടി വിചാരിക്കുകയാണ്. പ്രാദേശിക ചരിത്രം എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ചില അതിൻ്റെ പ്രസക്തി പറയുന്നതിന് മുമ്പ് പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ചരിത്രബോധം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ചരിത്രബോധം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഗതിയാണല്ലോ. ആ ചരിത്രബോധം ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് പോലും നമുക്കൊരു ചരിത്രബോധം ആവശ്യമാണ്. ആ ചരിത്രബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ, സമയം കഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ പറയണേ, 3:05. അപ്പോൾ ഞാൻ ആരാണ് എന്നത് സംബന്ധിച്ച്, ഞാൻ എന്ന് പറയുന്നത് എൻ്റെ പേരല്ലല്ലോ. ഞാൻ ഇന്ന വീട്ടിലെ ആളാണ്, അല്ലെങ്കിൽ വേറൊരിടത്ത് ചെല്ലുമ്പോൾ ഞാൻ ഇന്ന നാട്ടിലെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥാപനത്തിലെ ആളാണ്. ഇങ്ങനെയൊക്കെ ആണല്ലോ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറയാം, എന്താ അയാൾക്ക് 19 വയസ്സായില്ലേ, അതിൻ്റെ ഒരു വിവരമെങ്കിലും അയാളുടെ പെരുമാറ്റത്തിൽ കാണേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, വാസ്തവത്തിൽ 50 വർഷത്തെ ജീവിതത്തിൻ്റെ അനുഭവവും അതിൻ്റെ ചരിത്രബോധവുമുള്ള ഒരാൾ ആ അനുഭവങ്ങളിൽ നിന്ന്, ആ ചരിത്രബോധത്തിൽ നിന്ന് ഇങ്ങനെ പെരുമാറണം എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് നമ്മളെല്ലാവരും പെരുമാറിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ചരിത്രബോധം എന്ന് പറയുന്ന എല്ലാ ആളുകളിലും ഉള്ള ഒരു സംഗതിയാണ്. പക്ഷെ അത് പലരിലും പല രീതിയിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതുണ്ടാക്കുന്നത്, ഈ ചരിത്രബോധത്തെ ഉണ്ടാക്കുന്നത് പ്രധാനമായും 3-4 നിലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രമാണ്. ആ 3-4 നിലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രത്തെ നമുക്ക് ഒന്ന് അക്കാദമിക ചരിത്രം എന്ന് പറയാം. രണ്ടാമത്തേത് ജനകീയ ചരിത്രമാണ്. മൂന്നാമത്തേത് ജനപ്രിയ ചരിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അത് എന്താണ് എന്ന് നമ്മളൊന്ന് ആദ്യം മനസ്സിലാക്കണം. അക്കാദമിക ചരിത്രം എന്ന് പറയുന്നത്, ഞാനും നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ, സർവകലാശാലകളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഈ ചരിത്രം നാട്ടുകാർ മുഴുവൻ പഠിക്കുന്നുണ്ടോ? ആ ചരിത്രത്തെക്കുറിച്ച് നാട്ടുകാർ പൂർണ്ണമായും, എല്ലാ ജനങ്ങളും അതിനെപ്പറ്റി അവബോധമുള്ള ആളുകളല്ല. അതിൻ്റെ അർത്ഥം അവർക്ക് ചരിത്രബോധം ഇല്ല എന്നല്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന അക്കാദമികമായ ചരിത്രം എന്ന് പറയുന്നത്
നമ്മൾ ചരിത്രകാരന്മാർ, ചരിത്ര പണ്ഡിതർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവർ ഗവേഷണം നടത്തുകയും അവർ കണ്ടെത്തുകയും ചെയ്യുന്ന ചരിത്രമാണ്. അങ്ങനെയുള്ള ചരിത്രരചനയ്ക്ക് വേണ്ടി നമുക്ക് അക്കാദമികമായ സ്ഥാപനങ്ങളുണ്ട്. സർവകലാശാലകളുടെ നേതൃത്വത്തിൽ അത്തരം ചരിത്രം എഴുതപ്പെടുന്നുണ്ട്. NCERTയുടെ നേതൃത്വത്തിൽ അത്തരം ചരിത്രരചനകൾ നടക്കുന്നുണ്ട്. SCERTയുടെ നേതൃത്വത്തിൽ അത്തരം ചരിത്ര രചനകൾ നടക്കുന്നുണ്ട്. പലവിധ ചരിത്ര ഗവേഷണ കൗൺസിലുകൾ നമുക്ക് ദേശീയ അടിസ്ഥാനത്തിലും അല്ലാതെയും ഔപചാരികമായും അനൗപചാരികമായും ഒക്കെ നിലവിലുണ്ട്. അവരൊക്കെ ചരിത്രരചന നിർവഹിക്കുന്നുണ്ട്. ഈ ചരിത്രത്തിനൊരു പൊതു സ്വഭാവമുണ്ട്. ആ ചരിത്രത്തിൻ്റെ സ്വഭാവം എന്താ? നമ്മൾ ഈ പറയുന്ന അക്കാദമിക ചരിത്രത്തിൽ വെട്ടത്ത് നാടിനെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടേക്കാം. പക്ഷെ അവിടെയൊക്കെ താനൂരിനെ നിങ്ങൾ എവിടെയെങ്കിലും കാണുമോ? ഞാൻ വരുന്ന എൻ്റെ നാടിൻ്റെ പേര് ഒരു ചെറിയ ഗ്രാമമാണ്, കല്ലേരി എന്നാണ്. ഞാൻ ഇന്നു വരെ ഞാൻ കുറച്ച് ചരിത്രമൊക്കെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും MAക്കൊക്കെ കേരള സംസ്കാരമൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് ചരിത്രം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പഠിച്ച ഒരു സ്ഥലത്തും എൻ്റെ ഗ്രാമം പോയിട്ട് എൻ്റെ പഞ്ചായത്തിന് വരെ പരാമർശിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നത് മാത്രമല്ല, അതിനകത്ത് നമുക്ക് ജനങ്ങളെ കാണാൻ സാധിക്കില്ല. ഈ പറയുന്ന ചരിത്രത്തിൽ ഒരിടത്തും ജനങ്ങളില്ല. ചരിത്രത്തിൽ ഉള്ളത് മിക്കവാറും ആരാണ്? ഭരണാധികാരികളുടെ ചരിത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ചരിത്രത്തെ ഹിസ്റ്ററി ഓഫ് ടോപ്പ് ലെവൽ അഫെയേഴ്സ് അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഹിസ്റ്ററി എന്നൊക്കെ വിളിക്കുന്നത്. ഇതാണ് ഭരണകർത്താക്കളുടെ ചരിത്രമാണ്. രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ഒരു നിശ്ചിത കാലയളവിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ ഭരണക്രമത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് നോക്കിക്കണ്ടുകൊണ്ട് നമ്മൾ വെച്ച് പുലർത്തുന്ന നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥക്കകത്തൊക്കെ നിലനിർത്തിക്കൊണ്ട് ഒന്നുകിൽ ലോകത്തിൻ്റെ ഘടനയ്ക്കകത്ത് നിലനിർത്തി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഘടനയ്ക്കകത്ത് നിലനിർത്തി പൊതുവായി രൂപീകരിക്കുന്ന ചരിത്രമാണ്. ഇപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് നാം പഠിക്കുന്ന ചരിത്രം ഇന്ത്യയിൽ മുഴുവൻ നടന്നിട്ടുള്ള ചരിത്രത്തിൻ്റെ, ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ള പോരാട്ടങ്ങളെ സാമാന്യവൽക്കരിച്ചെടുത്തിട്ടുള്ള ഒരു ചരിത്രത്തെയാണ് നാം പഠിക്കുന്നത്. അല്ലാതെ ഓരോ സ്ഥലത്തും അത് എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്. ഏത് സംഭവത്തെക്കുറിച്ചായാലും അങ്ങനെയാണ്. പ്രാചീന ശിലായുഗ കാലത്ത് ലോകത്തെല്ലായിടത്തും അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ജനാധിവാസം എന്തായിരുന്നു, അതിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സാമാന്യീകരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ എന്തുണ്ടായിരുന്നു എന്ന് നമ്മൾ ഒരിടത്തും പഠിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ചരിത്രത്തെയാണ് നാം അക്കാദമിക ചരിത്രം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവരൊക്കെ അവരുടെ ചരിത്രബോധത്തെ രൂപപ്പെടുത്തുന്നത് ഈ അക്കാദമിക ചരിത്രം വെച്ചിട്ടല്ല. മറിച്ചെന്താണ്? ജനങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു ചരിത്രവും ചരിത്രബോധവുമുണ്ട്. അതെങ്ങനെയാണ്? അത് ജനജീവിതത്തിനകത്ത് നിന്നുണ്ടാകുന്നതാണ്. ജനജീവിതത്തിനകത്ത് നമ്മൾ പലതരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ആഖ്യാനങ്ങൾ, പറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. പലതരം സന്ദർഭങ്ങളുണ്ട്. നാം ജീവിക്കുന്ന ഒരു സാമൂഹ്യമായി ജീവിക്കുന്ന ഒരു ജീവിത രീതിയുണ്ട്. ആ ജീവിത രീതിക്കകത്ത് ഒരു സമൂഹം ആ സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ പരസ്പരം വിനിമയം ചെയ്യുന്ന ചില രീതികളുണ്ട്. അവർ പരസ്പരം വെച്ചു പുലർത്തുന്ന സാമൂഹ്യമായ ബന്ധങ്ങളുണ്ട്. അവർ വിനിമയം ചെയ്യുന്ന സംസ്കാര രൂപങ്ങളുണ്ട്. ഇതിൻ്റെ ആകത്തുകയിലൂടെ അവർക്കിടയിൽ രൂപപ്പെടുന്ന ഒരു ചരിത്രബോധമുണ്ട്. എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വംശമോ പ്രത്യേക സമൂഹമോ ഒരു പ്രദേശത്ത് വന്നെത്തിയത്? അവരുടെ ആദ്യകാലത്തെ മനുഷ്യരാരൊക്കെയായിരുന്നു? അവരെങ്ങനെയൊക്കെയാണ് ജീവിച്ചത്? അതിലെന്ത് തരം മാറ്റമുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർക്കിടയിൽ പ്രചാരത്തിലുള്ള കഥകൾ, അതുമായി ബന്ധപ്പെടുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതുമായി ബന്ധപ്പെടുന്ന സാമൂഹ്യമായിട്ടുള്ള
മറ്റ് വിനിമയ ബന്ധങ്ങൾ ഇതെല്ലാം ഒരു പ്രദേശത്തുണ്ടാകും. ഇപ്പം എൻ്റെ നാട്ടിൽ പെരുന്നാൾ ദിവസത്തിൽ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും കൂട്ടത്തോടെ പോകുമ്പോൾ ആദ്യം ഒരു വീട്ടിൽ പോകും, പിന്നെ വേറൊരു വീട്ടിൽ പോകും. ഇങ്ങനെ ഒരു ക്രമം ഉണ്ടാകും വീടുകളിലേക്ക് ആളുകൾ പോകുന്നതിന്. അപ്പോൾ ആ ക്രമത്തിന് ഒരർത്ഥമുണ്ട്. എന്താണ്? പഴയ കാലത്ത് ആ നാട്ടിലെ പല കാര്യങ്ങളിലും ഇടപെടുകയോ ആ നാട്ടിലെ സാമൂഹ്യമായ ജീവിതത്തിന് ചില രീതിയിൽ നേതൃത്വം നൽകുകയോ അതിനെ നിർണയിക്കുകയോ ഒക്കെ ചെയ്ത ചില കുടുംബങ്ങളുണ്ടാകും. അത്തരം കുടുംബങ്ങളുടെ വീടുകളിൽ നിന്ന് ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളൊക്കെ ആരംഭിക്കുന്നുവെന്നും അതിനെ ശക്തിപ്പെടുത്തുന്നുവെന്നും ആ രീതിയിൽ എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഗൃഹസന്ദർശനത്തിൻ്റെതായിട്ടുള്ള ഒരു ആവർത്തിച്ചു വരുന്ന പാഠം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതിൽ നിന്ന് ആളുകളുടെ ഇടയിൽ ആ അനുഭവത്തിലൂടെ ഈ കുടുംബങ്ങളൊക്കെ ഇന്ന തരത്തിലുള്ള കുടുംബങ്ങളായിരുന്നു, ആ കുടുംബങ്ങൾ ഇന്ന തരത്തിലുള്ള പ്രാധാന്യം നാട്ടിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ അതിൻ്റെ ചരിത്രത്തിൽ അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ആളുകൾ അനുഭവിച്ചറിയുകയാണ്. അതാരെങ്കിലും പറഞ്ഞിട്ടല്ല, അതാരെങ്കിലും ചരിത്രം എഴുതി വച്ചിട്ടല്ല, മറിച്ച് ഒരു ജനതയുടെ ജീവിതത്തിനകത്ത് നിന്ന് ആ ജനത ഈ കാര്യം മനസ്സിലാക്കിയെടുക്കുകയാണ്, അതിനെ റിയലൈസ് ചെയ്തെടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആളുകളുടെ ജനകീയമായ ജീവിതത്തിനിടയിൽ നിന്ന് അവർ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ചരിത്രബോധമുണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ചരിത്രം ഉണ്ട് ജനതയ്ക്കിടയിൽ. നമ്മുടെ നാട്ടിലെ ആളുകളെ നിങ്ങളൊന്ന് വിളിച്ചിരുത്തിയിട്ട് പ്രായം ചെന്ന